ഹരിയാന പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് സംയുക്ത കിസാൻ മോർച്ച ഇന്ന് രാജ്യവ്യാപകമായി കരിദിനം ആചരിക്കുന്നു. സംയുക്ത കിസാൻ മോർച്ച കൂടി രംഗത്തെത്തിയതോടെ സമരം കൂടുതൽ ശക്തമാകുകയാണ്. ഹരിയാന പോലീസ് അതിക്രമത്തിൽ കൊല്ലപ്പെട്ട ശുഭ്കരൺ സിംഗിന്റെ കുടുംബത്തിന് പഞ്ചാബ് സർക്കാർ 1 കോടി രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു. കർഷകർക്കൊപ്പം പഞ്ചാബ് സർക്കാർ നിൽക്കുമെന്ന് വ്യക്തമാക്കാൻ കർഷക സംഘടനകൾ ഇന്നലെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. പഞ്ചാബിൽ അതിക്രമിച്ചു കയറി ഹരിയാന പോലീസ് നടത്തിയ അക്രമത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ പഞ്ചാബ് സർക്കാരിനെ വിശ്വസിക്കൂ എന്നാണ് കർഷക സംഘടനാ നേതാക്കളുടെ നിലപാട്. ശുഭ്കരൺ സിംഗിന്റെ കുടുംബത്തിന് 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് സംയുക്ത കിസാൻ മോർച്ചയും ഇന്നലെ ആവശ്യപ്പെട്ടിരുന്നു. നഷ്ടപരിഹാരമായി 1 കോടി നൽകുമെന്നും കുടുംബത്തിലെ ഒരാൾക്ക് സർക്കാർ ജോലി നൽകുമെന്നും നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ അറിയിച്ചു. അതേസമയം കർഷക സമരം കൂടുതൽ ശക്തമാകുകയാണ്. ദില്ലി ചലോ മാർച്ചിലടക്കം ഇന്ന് തീരുമാനമുണ്ടാകും. സംയുക്ത കിസാൻ മോർച്ച രാജ്യവ്യാപകമായി കരിദിനം ആചരിക്കുന്നുണ്ട്. മാർച്ച് 14 ദില്ലി രാംലീല മൈതാനിയിലും പ്രതിഷേധം നടത്തും. വിഷയാധിഷ്ഠിതമായി മുഴുവൻ കർഷകരെയും ഒരുമിപ്പിക്കാൻ 6 അംഗ സമിതിക്ക് സംയുക്ത കിസാൻ മോർച്ച തീരുമാനിച്ചിട്ടുണ്ട്. കർഷക സമരത്തിന് പിന്തുണയുമായി സംയുക്ത കിസാൻ മോർച്ച കൂടി അണിനിരക്കുന്നതോടെ കർഷക സമരം അതിശക്തമാകുകയാണ്. ശംഭു അതിർത്തിയിൽ നിന്നും ക്യാമറാമാൻ ശൈലേഷ് കല്ലായ്ക്കൊപ്പം വിഷ്ണു തലവൂർ.